Hello everyone. So we are officially 2 days out from our first ICN competition. നമ്മൾ കോയമ്പത്തൂർ പോകാൻ കാണും. കോച്ചിന് കൂടെ നമ്മൾ മുംബൈക്ക് പോവാം. നമ്മളെ കോച്ചിന് ജിമ്മ് കാണിച്ചാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഹാപ്പി കോച്ച് സ്റ്റുഡിയോ കോച്ചിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും മിററുണ്ട്. സോ അത്രക്കും അടിപൊളി കണ്ടിട്ട് പ്ലാൻ ചെയ്ത് കണ്ടാക്കിയ സംഭവമാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫാറ്റ് ഉണ്ട്, ബട്ട് ദിസ് വിൽ ബി വാട്ടർ. അപ്പോൾ മെൻ ഫിറ്റ്നസിൻ്റെ പോസിങ് നമ്മളിപ്പോഴാണ് പഠിക്കണത്. നമുക്ക് ഇതുവരെ ഇതിൻ്റെ ട്രാൻസിഷൻസും കാര്യങ്ങളൊന്നും അറിയില്ല. ഇതുവരെ മെൻസ് ഫിസിക്ക് മാത്രമേ നമുക്ക് പ്രാക്ടീസ് ചെയ്തത്. ഇപ്പോഴാണ് മെൻസ് ഫിസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ മെൻ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. സോ അത് കട്ടായി പഠിച്ചു 2 ദിവസം മുന്നേ, കോമ്പറ്റീഷൻ 2 ദിവസം മുന്നേ. ദിസ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, സോ പോസിങ് കഴിഞ്ഞു. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. സോ കോച്ച് ഈ ടൈമിൽ വളരെ മെയിൻ കാരണം സ്ട്രെസ് വാട്ടർ ഉണ്ടാവും, ബോഡി കണ്ടീഷൻ മൊത്തം പോകും. അപ്പോൾ അതില്ലാക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തു. Hello everyone. So we are officially 2 days out from our first ICN competition. So ചിക്കൻ കഴിച്ചുകൊണ്ട് കാണും. രാവിലെ 6 മണിക്ക് കഴിച്ചു. നമ്മൾ ഓട്ട് മീൽ ഉണ്ടാക്കി കഴിച്ചു. 30 ഗ്രാം ഓട്സും പിന്നെ 1.5 സ്കൂൾ വേ പ്രോട്ടീനും പിന്നെ ഒരു 10 ഗ്രാം പീനട്ട് ബട്ടറും കഴിച്ചു. പിന്നെ കുളിച്ച് ഫ്രഷായി ബോഡി കൊണ്ട് ട്രിം ചെയ്ത് ഷേവ് ചെയ്തില്ല, ഷേവ് ചെയ്തിരിഞ്ഞു തലേദിവസം ഒക്കെ ഷേവ് ചെയ്തുള്ളൂ. അങ്ങനെ ട്രിം ചെയ്ത ശേഷം സാധനങ്ങൾ പാക്ക് ചെയ്ത് ഫുഡൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് ഇപ്പം ചിക്കനും ഒരു 50 ഗ്രാം കേടും കഴിക്കണം. സോ ഇതൊന്നും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാം. നമ്മൾ കോയമ്പത്തൂർ പോകാൻ കാണും. കോയമ്പത്തൂർ നമ്മൾ കോച്ചിനടുത്തൊക്കെ പോകുന്നുണ്ട്. കോച്ചിന് കൂടെ നമ്മൾ മുംബൈക്ക് പോവാം. സോ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തേക്കണം. എന്തായാലും നമുക്ക് കോയമ്പത്തൂർ എത്തിയിട്ട് കാണാം. ഓക്കെ, സോ വി ഹാവ് റീച്ച്ഡ് അവർ വെന്യൂ. നാറ്റി കോച്ച് റിഷാദ് ഖാനെ പറയാൻ പോകുന്നത്. റിഷാദ് കൊണ്ടുപോയി അജിമലിൻ്റെ മുടിയൊക്കെ കളർ ചെയ്ത് കണ്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കോച്ചിന് ജിമ്മ് കാണിച്ചാൽ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നാറ്റി കോച്ച് സ്റ്റുഡിയോ ഇവിടെ ഉള്ള സെക്ഷൻ. പിന്നെ ഇവിടെ ചാമ്പ്യൻ കോച്ച്, ചാമ്പ്യനിലെ ട്രോഫി കുറേ സംഭവങ്ങളുണ്ട്. ഒരു ഹാമർ ഉണ്ടെങ്കിൽ അതിപ്പോൾ കാണാനില്ല. അപ്പോൾ ഇതാണ് കോച്ച്. ഇത് ഇവിടുത്തെ ആളാണ്, ട്രെയിനറാണ്. സോ ജിമ്മിനോട് കയറാണെങ്കിൽ ബാക്കിൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ മെഷീൻസ് എല്ലാത്തിനും ഓരോ മെഷീൻസ്. അങ്ങനെ ഇപ്പോൾ മൾട്ടി ഓരോ മെഷീൻസ് മെഷീൻസാണ്. ഇപ്പോൾ ഇതിന് തന്നെ നമുക്ക് ചെസ്റ്റ് അടിക്കുക, ഷോൾഡർ അടിക്കുക, അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ 2 അടിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. ഇതിന് സീറ്റഡ് റോവും ലൈറ്റ് ഇതിമ ചെയ്യാം. ഇതിമ വേണ്ട എല്ലാ ഗ്രിപ്പ് ഫുള്ളപ്പും ഇതിമ എടുക്കാൻ പറ്റും. അതേപോലെ കേബിളുമ്പോൾ തന്നെ 2 അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഫ്ലൈയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തെ ഒരാൾക്ക് നിന്നാണ്ട് ട്രൈസെപ്പ് പുഷ് അടിക്കാൻ പറ്റും. സോ അപ്പുറത്തെ സ്വിച്ച് മെഷീൻ ഉണ്ട്. ഇത് ഫങ്ഷൻ ട്രെയിനിങ്ങിൻ്റെ സംഭവമുണ്ട്. പിന്നെ ഡംബൽസിന് സെക്ഷൻ ഉണ്ട്. പിന്നെ പോസിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും മിററുണ്ട്. സോ അത്രക്കും അടിപൊളി കണ്ടിട്ട് പ്ലാൻ ചെയ്ത് കണ്ടാക്കിയ സംഭവമാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഒരു PT സ്റ്റുഡിയോ പേഴ്സണൽ ട്രെയിനിങ്, അതായത് വരുന്നവർക്കൊക്കെ റിസൾട്ട് അത്രയും പക്കായി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലെ സംഭവമാണ്. സോ ഇങ്ങനത്തെ നമ്മളും ഫോക്കസ് ചെയ്യാം. എന്താണ് നമുക്ക് കൂടുതൽ റിസൾട്ടും അതുപോലെ തന്നെ നമുക്ക് അധികം ഇതില്ലാത്ത രീതിക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അത്രയുള്ള ജിമ്മിനെ കുറിച്ച് നമുക്ക് മീൽസ് കഴിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് കാണാം. സോ അവർ ബോഡി കണ്ടീഷൻ ഇസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. സോ ഫുഡ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ആപ്സ് അധികം ഫ്ലെക്സ് ചെയ്യാനില്ല. എന്തായാലും ഇപ്പോൾ സംഭവം കാണിച്ചാൽ ലുക്ക് അറ്റ് അവർ ട്രൈസെപ്സ്. സി, നമ്മൾ ഇതുവരെ കാണാത്ത സ്ട്രൈഷൻസാണ് ഇപ്പോൾ കാണുന്നത്. സംഭവം അടിപൊളിയാണ്. സോ വി ആർ റിയലി എക്സൈറ്റഡ് ഫോർ ദ ഷോ ആൻഡ് വി ഹാവ് 2 more days. ആക്ച്വലി വെയിൻസ് കൊണ്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിച്ചതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സെക്കൻഡ് മീൽ, തേർഡ് മീൽ കഴിച്ചു. ചിക്കൻ ഒരു 150 ഗ്രാം കൊടുത്തു, ഒരു 3 സൈസ് ബ്രെഡ് കൊടുത്തു, 2 കഴിച്ചു. സോ
ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കാപ്സ് ഇങ്ങനെ ഓടായി വരുന്നുണ്ട്. കാറിൻ്റെ വെയിൻസൊക്കെ പോകോട്ടയുണ്ട്. സോ ബോഡി ഫാറ്റ് ആശനാലേക്ക് ഞാൻ വിചാരിച്ചതാണ് ലോ ആയിക്കണ്. ഞാൻ അത്രയ്ക്ക് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫാറ്റ് ഉണ്ട്. ബട്ട് ദിസ് വിൽ ബി വാട്ടർ, മോസ്റ്റ്ലി വാട്ടർ. സോ നമ്മൾ ആ ഒരു വാട്ടർ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ട് പോസ്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ആഫ്റ്റർ സം ടൈം. സോ അടുത്തെങ്കിൽ 500 വെള്ളം, ചിക്കൻ, അടുത്ത സൈസ് പോയിട്ട്. സോ മെൻ ഫിറ്റ്നസ് പറഞ്ഞാൽ മെൻ ഫിസിക്ക് പോയല്ല, അതിന് കുറച്ച് പ്രത്യേകത പോസിങ് ഉണ്ട്. അതേപോലെ ഫിസ്റ്റ് എപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കണം. പിന്നെ കുറച്ച് എസ്തെറ്റിക് വേ ആയിക്കാണ് പോസ് ചെയ്യണം. മറ്റേതിനെ പോലെ കുറച്ച് ഹാർഡായിക്കാൻ നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ അധികം സൈസൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു ഫിറ്റ്നസ് മോഡൽ ആ ലെവലിലൊരു ഫിസിക്ക് മതി. സോ ഒബ്ലിക്സ് നല്ല അടിപൊളിയായിരിക്കണം. പിന്നെ ആവശ്യത്തിന് മസിൽ മാസ് വേണം. പിന്നെ ബാക്കും ഇതൊക്കെ ആവശ്യത്തിന് ഉണ്ടാവണം. ആവശ്യത്തിന് മസിൽ മാസ്, അതിന് കൂടെ നല്ല അടിപൊളി കണ്ടീഷനിങ് നോക്കും. കണ്ടീഷനിങ് ആണ് മെയിനായി കണ്ട് മസിൽ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണുന്നുണ്ടാവില്ലേ. പിന്നെ പോസിങ് പ്രോപ്പറാക്കുക. ഇതിപ്പം ക്വാർട്ടർ ടേൺസ് ആണ്, 4 ക്വാർട്ടർ ടേൺസ് ഉണ്ടാവും. ആ ക്വാർട്ടർ ടേൺസിനിടയിൽ ഇതേപോലെ ട്രാൻസിഷൻസ് ഉണ്ടാവും. ഓക്കെ, എൻ്റെ ഫ്രണ്ട് പോസ്ക്ക് വരും. ഇതാണ് ഫ്രണ്ട് പോസ്. അപ്പോൾ ഈ ലെവലിലാണ് നിൽക്കേണ്ടത് നമുക്ക്. സോ അത് നമുക്ക് പറഞ്ഞു തരുന്നത് ശബരിയാണ്, ഓനാണ് നമുക്ക് പോസിങ് കോച്ച്. സോ ദാറ്റ്സ് ആൾ. പോസിങ് കഴിഞ്ഞു, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. യെസ്, പമ്പ് ചെയ്യാം. ചെറുതായിട്ട് പമ്പ് ചെയ്യാം. സോ അറോ കോച്ച് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു. പമ്പിങ് സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോകണം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ലാസ്റ്റ് ഇല്ലായ ചിക്കൻ കഴിച്ചു. പിന്നെ ഉറങ്ങാൻ പോവാം. കാരണം ഈ ടൈമിൽ ഉറങ്ങാനാണ് മെയിൻ. കാരണം നമുക്ക് ഒത്തിരി സ്ട്രെസ് പോകും, വാട്ടർ ഉണ്ടാവും, ബോഡി കണ്ടീഷൻ മൊത്തം പോകും. അപ്പോൾ ഇതില്ലാക്കാൻ വേണ്ടി കൺഫ്യൂസ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ നാളെ കാർഡിയോഡിനെ സ്റ്റാർട്ട് ചെയ്യും. നാളെ കുറച്ച് ആവശ്യമായിരിക്കുള്ളൂ. മറ്റന്നാൾ ശരിക്കും ആവുന്നതോടെ. സോ ഇത് നോക്കുക. അപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഓക്കെ, ബൈ.